ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള വീഡിയോയുടെ രണ്ടാം ഭാഗമാണ്. ആദ്യത്തെ ഭാഗത്തിൽ നമ്മൾ ഡൊമെയിൻ എങ്ങനെ പർച്ചേസ് ചെയ്യാമെന്ന് പഠിച്ചിരുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെ ഒരു ഹോസ്റ്റിംഗ് പർച്ചേസ് ചെയ്യാൻ സാധിക്കുമെന്നാണ്. ഈ ഹോസ്റ്റിംഗ് പർച്ചേസ് ചെയ്യുന്നതിനോടൊപ്പം എങ്ങനെ ഒരു ഡൊമെയിൻ ഫ്രീ ആയിട്ട് നമുക്ക് ലഭിക്കുമെന്നും ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇനി ഹോസ്റ്റിംഗ് എന്താണെന്ന് ഒന്ന് പറയാം. ആദ്യം ഹോസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ വെബ്സൈറ്റിലേക്ക് ആളുകൾ വരികയാണെങ്കിൽ ആ ഹോസ്റ്റിംഗിന്റെ ത്രൂ ആയിരിക്കും നമ്മുടെ വെബ്സൈറ്റിലേക്ക് ആളുകൾ വരുന്നത്. നമ്മൾ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്ന കണ്ടന്റ്സ് ഒക്കെ സേവ് ആകുന്നത് ഈ ഹോസ്റ്റിംഗ് അക്കൗണ്ടിലായിരിക്കും. ഇതൊരു സ്റ്റോറേജ് ആണ്. നമ്മൾ വെബ്സൈറ്റിൽ ഇടുന്ന എല്ലാ കാര്യങ്ങളും സ്റ്റോർ ചെയ്യാനായിട്ടുള്ള ഒരു സ്പേസ് ആണ്. ഇതിനൊരു സ്പെസിഫിക് ആയിട്ട് ഇത്ര GB നമുക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ ഇത്ര വെബ്സൈറ്റിന് വേണ്ടി നമുക്ക് ഹോസ്റ്റിംഗ് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. ഞാനിവിടെ ഒരു വെബ്സൈറ്റിന് വേണ്ടി ആണ് ഹോസ്റ്റിംഗ് പർച്ചേസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന കണ്ടന്റ് എല്ലാം ഈ ഹോസ്റ്റിംഗിലായിരിക്കും സ്റ്റോർ ആകുന്നത്. നമുക്കിത് എങ്ങനെയാണ് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നത് നോക്കാം. ഞാൻ അതിനായിട്ട് ഇവിടെ ഗോഡാഡി എന്ന് പറയുന്ന വെബ്സൈറ്റ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ ഞാൻ നിങ്ങൾക്കൊരു ചെറിയ ട്രിക്ക് പറഞ്ഞു തരാം ഹോസ്റ്റിംഗ് പർച്ചേസ് ചെയ്യാനായിട്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഇവിടെ കുറേ പ്ലാനുകൾ ഇവർ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം സ്റ്റാർട്ടർ പ്ലാൻ ആണ് 99 per month. 1 വെബ്സൈറ്റ് 30 GB സ്റ്റോറേജ് ആണ്. അതേപോലെ എക്കണോമി പ്ലാനിൽ നിങ്ങൾക്ക് 199 per month 1 വെബ്സൈറ്റ് 100 GB സ്റ്റോറേജ് ആണ്. അതിനുശേഷം നിങ്ങൾക്ക് ഡീലക്സ് ലഭിക്കും, അൾട്ടിമേറ്റ് ലഭിക്കും. ഇതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ഞാനിവിടെ എക്കണോമി പ്ലാന് ഈ സ്റ്റാർട്ടർ പ്ലാനിൻ്റെ റേറ്റിൽ നമുക്ക് എങ്ങനെയാണ് വാങ്ങാൻ സാധിക്കുന്നതെന്നാണ് കാണിച്ചിരുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 100 GB സ്റ്റോറേജ് ഉണ്ട്. എന്നാൽ സ്റ്റാർട്ടർ പ്ലാനിൽ നമുക്ക് 30 GB സ്റ്റോറേജേ ഉള്ളൂ. നമുക്ക് 99 per month ഈ എക്കണോമി പ്ലാന് വാങ്ങാൻ സാധിക്കും. അതിനായിട്ട് ഞാൻ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ആക്കി. ഗോഡാഡിയുടെ തന്നെ വെബ്സൈറ്റ് ആണ്. ഇതിൽ ഒരു ഓഫർ ഉണ്ട്. ഈ ഓഫറിലൂടെ നമുക്ക് ഗോഡാഡിയുടെ എക്കണോമി പ്ലാൻ 99 per month വാങ്ങാൻ സാധിക്കും. ഇവിടെ കാണാൻ സാധിക്കും വെബ്സൈറ്റ് 1 വെബ്സൈറ്റ്, അതേപോലെ 100 GB സ്റ്റോറേജ്. ഇത് നമുക്ക് എങ്ങനെ പർച്ചേസ് ചെയ്യാൻ സാധിക്കുമെന്ന് നോക്കാം. ഇതിനോടൊപ്പം തന്നെ ഒരു ഫ്രീ ഡൊമെയിൻ നിങ്ങൾക്ക് ലഭിക്കും. ഞാനിവിടെ ഒന്നും ഇത് സെലക്ട് എന്നുള്ള ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഫ്രീ ഡൊമെയിൻ വേണ്ട എന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്നും ഐ ഡോണ്ട് വാണ്ട് മൈ ഫ്രീ ഡൊമെയിൻ എന്നുള്ള ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീ ഡൊമെയിൻ നിങ്ങൾക്ക് ലഭിക്കത്തില്ല. ഞാനിവിടെ ഒന്നും എന്തായാലും ഒരു ഫ്രീ ഡൊമെയിൻ ടൈപ്പ് ചെയ്യുകയാണ്. ഞാനിവിടെ മേക്ക് മണി ഓൺലൈൻ എന്ന് സെർച്ച് ചെയ്തു. അതിനുശേഷം ഇത് അവൈലബിൾ ആണോ എന്ന് നോക്കട്ടെ. ഇസ് നോട്ട് അവൈലബിൾ. ഇത് അവൈലബിൾ അല്ല. ഞാനിവിടെ മേക്ക് മണി മലയാളം എന്നൊന്ന് ടൈപ്പ് ചെയ്ത് നോക്കുകയാണ്. യെസ്, മേക്ക് മണി മലയാളം.com എന്നുള്ളത് അവൈലബിൾ ആണ്. എന്തായാലും ഞാനിത് ആഡ് ആൻഡ് കണ്ടിന്യൂ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ഈ ഡൊമെയിൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എക്സ്ട്രാ പ്ലാനുകൾ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ടോ എന്ന് നിങ്ങൾ നോക്കണം. ഇവിടെ നോക്കുക, 1200 രൂപ എനിക്ക് 1 ഇയറിലേക്കുള്ള പേയ്മെൻ്റ് ആണ്. 12 month ഇവിടെ കാണാൻ സാധിക്കും 99 per month ആണ്. അതുപോലെ ഇതിൻ്റെ ടാക്സ് 12 രൂപ വന്നിട്ടുണ്ട്. അതേപോലെ ഇവിടെ നോക്കുക www.makemoney.malayalam.com എന്നുള്ളത് ഫ്രീ ആയിട്ടാണ് ഇവിടെ ലഭിക്കുന്നത്. ഇവിടെ നോക്കുക 0 ആണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇത് ഫ്രീ ആയിട്ട് ലഭിക്കുന്ന ഒരു ഡൊമെയിനാണ്. ഞാൻ ആദ്യത്തെ വീഡിയോയിൽ ഡൊമെയിൻ എങ്ങനെ പർച്ചേസ് ചെയ്യാമെന്നുള്ള ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു എങ്ങനെയാണ് പേയ്മെൻറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇതിൻ്റെ ബാക്കി പ്രോസസ്സിങ് എന്നുള്ളത്. ഇവിടെ നമുക്ക് ഇനി നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് ചെയ്യാനുള്ളത് പ്രൊസീഡ് ടു ചെക്ക്ഔട്ട് എന്നുള്ള ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഓൾറെഡി ഇവിടെ ഞാൻ എൻ്റെ ഇൻഫർമേഷൻ എല്ലാം ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് വന്നിരിക്കുന്നത്. ഞാനിവിടെ പേയ്മെൻറ്റ് ചെയ്യാൻ പോവുകയാണ്. ഈ പേയ്മെൻറ്റ് കംപ്ലീറ്റ് ആയതിനു ശേഷം ഞാൻ നിങ്ങളെ വീണ്ടും ഇത് കാണിച്ചു തരുന്നതാണ്. ഓക്കെ, ഹോസ്റ്റിംഗ് ഇപ്പോൾ ഞാൻ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞു. ടോട്ടൽ എത്ര ആയി എന്നുള്ളത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. 1188 ആയിട്ടുണ്ട് എൻ്റെ ടോട്ടൽ പർച്ചേസിങ് എമൗണ്ട്. ഇനി ചെയ്യാനുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ ജിമെയിൽ ഐ ഡിയിലേക്ക്, നിങ്ങൾ ഇതിൽ കൊടുത്തിരിക്കുന്ന ജിമെയിൽ ഐ ഡിയിലേക്ക് ഒരു വെരിഫിക്കേഷൻ മെയിൽ വരും. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് ഗോഡാഡി അക്കൗണ്ട് വെരിഫൈ ചെയ്യണം. എന്നെങ്കിൽ മാത്രമേ നിങ്ങൾ പർച്ചേസ് ചെയ്ത ഡൊമെയിനും ഹോസ്റ്റിംഗ് അക്കൗണ്ടും വെരിഫൈ ആകത്തുള്ളൂ. ഞാനിവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. എനിക്ക് വന്ന ജിമെയിൽ ഐ ഡിയിൽ പ്രസ് ചെയ്ത് ഞാൻ വെരിഫൈ ചെയ്തപ്പോൾ ഓപ്പൺ ആയത് ഈ ഒരു പേജിലേക്കാണ്. നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഡൊമെയിൻ, അതേപോലെ വെബ് ഹോസ്റ്റിംഗ് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. ഇത് മൂന്നും നിങ്ങൾക്ക് മാനേജ് ചെയ്യണമെങ്കിൽ ഇവിടെ നിന്ന് മാനേജ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പായിട്ട് ചെയ്യേണ്ടത് ഏറ്റവും മുകളിലായിട്ട് നിങ്ങളുടെ യൂസർ നെയിം കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. യൂസർ നെയിമിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം മാനേജ് മൈ ഡൊമെയിൻസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ഇത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഡൊമെയിൻ നെയിമും മറ്റും കാണാൻ സാധിക്കും. മൈ ഡൊമെയിൻ എന്ന് പറയുന്ന ഈ ഓപ്ഷൻ പ്രസ് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും. എന്നാൽ അതല്ലാതെ നിങ്ങൾക്ക് വീണ്ടും ഈ
യൂസർ നെയിമിൽ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ മൈ പ്രൊഡക്ട്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ പർച്ചേസ് ചെയ്ത എല്ലാ കാര്യങ്ങളും ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഡൊമെയിൻ, വെബ് ഹോസ്റ്റിംഗ് തുടങ്ങിയ കാര്യങ്ങൾ ഇവിടെ കാണാം. ഇത് നിങ്ങൾക്ക് ഇവിടെ ഒന്ന് മാനേജ് ചെയ്യണമെങ്കിൽ ഇവിടെ നിന്ന് മാനേജ് ചെയ്യുന്നതായിരിക്കും കറക്റ്റായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്. ഞാനിവിടെ നിന്നും വെബ് ഹോസ്റ്റിംഗ് എന്നുള്ളതിൽ പ്രസ് ചെയ്യുകയാണ്. അടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾക്ക് ചെയ്യേണ്ടത് ഇവിടെ സെറ്റ് അപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പായിട്ട് cPanel നമുക്ക് സെറ്റ് ചെയ്യണം. cPanelലുള്ള ഒരു പാസ്വേഡും യൂസർ നെയിമും കൊടുക്കണം. ഇവിടെ നോക്കുക, നമ്മളിപ്പോൾ ഈ ഹോസ്റ്റിംഗ് കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സ് എന്ന് പറയുന്ന നമ്മൾ പർച്ചേസ് ചെയ്ത ഡോമിന് വേണ്ടിയാണ് ഈ ഹോസ്റ്റിംഗ് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഞാനിവിടെ നിന്നും നെക്സ്റ്റ് എന്ന് പറയുന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണ്. അതിനുശേഷം ഇവിടെ ഏഷ്യ എന്നുള്ളത് സെലക്ട് ആണ്. ഞാനതിന് ശേഷം നെക്സ്റ്റ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ഇവിടെ cPanel യൂസർ നെയിം അതേപോലെ പാസ്വേഡ് സെലക്ട് ചെയ്യണം. cPanelന് വേണ്ടി, അതായത് കൺട്രോൾ പാനലിന് വേണ്ടി നിങ്ങൾക്കൊരു യൂസർ നെയിമും പാസ്വേഡും സെലക്ട് ചെയ്യണം. ഇത് നിങ്ങൾ ഓർത്ത് വെക്കണം. ഈ പാസ്വേഡും അതേപോലെ യൂസർ നെയിമും, ഞാനിവിടെ നിന്ന് ഒരു യൂസർ നെയിമും പാസ്വേഡും ക്രിയേറ്റ് ചെയ്യുകയാണ്. ഓക്കെ, ഞാനിവിടെ യൂസർ നെയിം പാസ്വേഡ് ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം നെക്സ്റ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണ്. അതിനുശേഷം ഇവിടെ വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും, ക്രിയേറ്റ് എ വേർഡ്പ്രസ് വെബ്സൈറ്റ്, യൂസ് വേർഡ്പ്രസ് ടു ബിൽഡ് യുവർ വെബ്സൈറ്റ്. നിങ്ങൾക്ക് വേർഡ്പ്രസ്സിൽ ഇനി വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ നിന്ന് നിങ്ങൾക്ക് വേർഡ്പ്രസ് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതിനായിട്ടുള്ള അടുത്ത സ്റ്റെപ്പിൽ യെസ് എന്നുള്ള ബട്ടണിൽ ഞാൻ ക്ലിക്ക് ചെയ്യുകയാണ്. അതിനുശേഷം നിങ്ങൾക്ക് വേർഡ്പ്രസ്സിൽ ഒരു യൂസർ നെയിമും പാസ്വേഡും ക്രിയേറ്റ് ചെയ്യണം. വേർഡ്പ്രസ്സിൻ്റെ യൂസർ നെയിം ഞാൻ cPanel കൊടുത്ത അതേ യൂസർ നെയിം കൊടുക്കുകയാണ്. അതിനുശേഷം ഒരു പാസ്വേഡ് ഇവിടെ നിന്നും സെലക്ട് ചെയ്യുകയാണ്. ഇവിടെ ഞാൻ വേർഡ്പ്രസ്സിന് വേണ്ടിയും ഒരു യൂസർ നെയിമും പാസ്വേഡും ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം ഈ കാണുന്ന ഫിനിഷ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. പുതിയൊരു പേജ് ഇപ്പോൾ ഓപ്പൺ ആയി വരും. നോക്കുക, സെറ്റപ്പ് യുവർ അക്കൗണ്ട് cPanel എന്ന് പറഞ്ഞാണ് വന്നിരിക്കുന്നത്. ഇവിടെ കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ എല്ലാം നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതേപോലെ നമുക്ക് എങ്ങനെയാണ് വേർഡ്പ്രസ്സിൽ ഒരു മനോഹരമായിട്ടുള്ള ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതെന്ന് ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നതാണ്. ഇതിൻ്റെ ഒരു വേർഡ്പ്രസ്സിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് ആണ് ഞാൻ പറഞ്ഞത്. ഇവിടെ നോക്കുക, നമ്മുടെ ഡൊമിനും അതേപോലെ ഹോസ്റ്റിങ്ങും എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഇവിടെ സെറ്റ് ആവുന്നതാണ്. ക്രിയേറ്റിംഗ് യുവർ അക്കൗണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ സെറ്റ് ആവും. നോക്കുക, ഇവിടെ ഇപ്പോൾ വേർഡ്പ്രസ്സിൻ്റെ cPanel ഓപ്പൺ ആയിട്ടുണ്ട്. നമുക്കിവിടെ നിന്നും താഴേക്കൊന്ന് സ്ക്രോൾ ചെയ്യാം. സ്ക്രോൾ ചെയ്യുന്നതിന് ശേഷം ഇവിടെ നിങ്ങൾക്കൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും, വെബ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇവിടെ ഒന്നും വേർഡ്പ്രസ് ബ്ലോഗ് എന്ന് പറയുന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ വേർഡ്പ്രസ് നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യണം. നോക്കുക, ഇവിടെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അതിനായിട്ട് ഇവിടെ നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും, ഇൻസ്റ്റാൾ ദിസ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇൻസ്റ്റാൾ ദിസ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആയി വരും. ഇവിടെ ചോദിച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ ഫില്ല് ചെയ്ത് കൊടുക്കണം. ഇവിടെ നോക്കുക, ഇവിടെ നിങ്ങൾക്ക് ഡൊമെയിൻ നെയിം കാണാൻ സാധിക്കും. ആദ്യം നമ്മൾ പർച്ചേസ് ചെയ്ത ഡൊമെയിൻ നെയിം www.computerandmobiletips.com. ഓക്കെ, ഇവിടെ ഒന്നും ചെയ്യുന്നില്ല, ഡയറക്ടറി ഞാൻ നിൽ എന്നുള്ളത് കൊടുത്തു. അതിനുശേഷം ഇവിടെ നമ്മുടെ പേരും കാര്യങ്ങളും ഒക്കെ ഇവിടെ കാണാൻ സാധിക്കും. അതിനുശേഷം ഇവിടെ നോക്കുക, വേർഷൻ ഏതാണെന്നുള്ളത് ഏറ്റവും ലേറ്റസ്റ്റ് വേർഷനാണ്. ലാംഗ്വേജ് ഇംഗ്ലീഷ്. വേർഡ്പ്രസ് അക്സെപ്റ്റ് ലൈസൻസ് എഗ്രിമെൻറ്റ് അത് കൊടുക്കുക. ഓട്ടോമാറ്റിക് അപ്ഡേറ്റ് അതെല്ലാം കൊടുത്തേക്കുക. നിങ്ങൾ ടിക്ക് ചെയ്ത് കൊടുക്കുക. ഡീഫോൾട്ടായിട്ടുള്ള കാര്യങ്ങൾ തന്നെ അവിടെ കൊടുത്തേക്കുക. അവിടെ നിങ്ങൾ കൂടുതൽ മാറ്റങ്ങളൊന്നും വരുത്തേണ്ട കാര്യമില്ല. ഇവിടെ നിങ്ങൾക്ക് ഇനി ഒരു യൂസർ നെയിമും പാസ്വേഡും സെലക്ട് ചെയ്ത് കൊടുക്കണം. അതായത് വേർഡ്പ്രസ്സിന് വേണ്ടിയുള്ള യൂസർ നെയിമും പാസ്വേഡുമാണ് നമ്മളിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. ഈ പാസ്വേഡും യൂസർ നെയിമും ഉപയോഗിച്ചായിരിക്കും നമ്മുടെ വെബ്സൈറ്റിൽ നമ്മൾ സൈൻ ഇൻ ചെയ്യുന്നത്. ഇവിടെ ഞാനൊരു യൂസർ നെയിം സെലക്ട് ചെയ്യുകയാണ്. ഓക്കെ, ഞാനിവിടെ ഒരു യൂസർ നെയിമും പാസ്വേഡും സെലക്ട് ചെയ്തു. ഇനി നിങ്ങൾക്ക് ഇവിടെ ഒന്നും വെബ്സൈറ്റ് ടൈറ്റിൽ കൊടുക്കണമെങ്കിൽ ടൈറ്റിൽ കൊടുക്കാം. അതേപോലെ ഇവിടെ നിങ്ങൾക്കൊരു വെബ്സൈറ്റ് ടാഗ് ലൈൻ കൊടുക്കണമെങ്കിൽ ടാഗ് ലൈൻ കൊടുക്കാം. ഞാനിവിടെ ഒന്നൊരു വെബ്സൈറ്റ് ടാഗ് ലൈൻ കൊടുക്കുകയാണ്. ദിസ് ചാനൽ പ്രൊവൈഡ് ഓൺലൈൻ ക്ലാസ്സസ് ഫോർ ആൻഡ്രോയിഡ് കമ്പ്യൂട്ടർ ഇൻ്റർനെറ്റ്. ഇവിടെ 2 ഫാക്ടർ ഓതൻറ്റിക്കേഷൻ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് ഞാൻ ഡു നോട്ട് എനേബിൾ എന്നുള്ളത് സെലക്ട് ചെയ്തു. ലിമിറ്റ് ലോഗിൻ അറ്റംപ്റ്റ് എന്നുള്ളത് ഇവിടെ നിന്ന് ഞാൻ അതും ഡു നോട്ട് ലിമിറ്റ് എന്നുള്ളത് സെലക്ട് ചെയ്തു. എനേബിൾ മൾട്ടി സൈറ്റ് എന്നുള്ളതും ഡു നോട്ട് എനേബിൾ എന്നുള്ളത് സെലക്ട് ചെയ്തു. ഇനി നിങ്ങൾക്ക് ചെയ്യാനുള്ളത്
ഏറ്റവും താഴെയായിട്ട് ഇൻസ്റ്റാൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെയായിരിക്കും കാണാൻ സാധിക്കുന്നത്. പുതിയൊരു പേജിലേക്ക് നമ്മൾ ഓപ്പൺ ആവും. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇവിടെ നമ്മളുടെ വെബ്സൈറ്റിൻ്റെ ഡൊമെയിൻ കാണാൻ സാധിക്കും. നോക്കുക, computerandmobiletips.com/wp-admin/ എന്നാണ് ഈ ഡൊമെയിൻ നെയിം. ഞാനിവിടെ ഒന്നും ഇതിൽ ക്ലിക്ക് ചെയ്യുകയാണ്. വേർഡ്പ്രസ്സിൽ ഇപ്പോൾ എൻ്റെ വെബ്സൈറ്റിൻ്റെ പേജ് ഓപ്പൺ ആവും. ക്രിയേറ്റ് വേർഡ്പ്രസ് വെബ്സൈറ്റ് എന്നിവിടെ എഴുതി വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. ഞാനിവിടെ കണ്ടിന്യൂ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ഇനി നിങ്ങൾ ഇവിടെ നിന്ന് നിങ്ങളുടെ വെബ്സൈറ്റിനെ കുറിച്ചുള്ള കാര്യങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ അതേഴ്സ് എന്നുള്ളത് സെലക്ട് ചെയ്തു. ടൈറ്റിൽ ഞാൻ കൊടുക്കാൻ പോകുന്നത് കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സ് എന്ന് കൊടുക്കുകയാണ്. അതിനുശേഷം ടാഗ് ലൈൻ ഇവിടെ എന്തെങ്കിലും കൊടുക്കണം. ഞാനിവിടെ നിന്നും ഇത് ടാഗ് ലൈൻ കോപ്പി ചെയ്ത് ടാഗ് ലൈൻ കൊടുക്കുകയാണ്. ഓക്കെ, അതിനുശേഷം നമുക്ക് ചെയ്യാനുള്ളത് കണ്ടിന്യൂ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ഇവിടെ ഫോൺ നമ്പർ, ഫാക്സ് നമ്പർ, അഡ്രസ്സ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ കൊടുക്കാൻ സാധിക്കും. ഞാനിത് സ്കിപ്പ് ചെയ്യുകയാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ ഇതിൽ കൊടുക്കുന്നില്ല. അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് ഒരു തീം സെലക്ട് ചെയ്യാൻ സാധിക്കും. നോക്കുക, കുറേ തീമുകളുണ്ട്. ഒരുപാട് ഫ്രീ തീമുകൾ നിങ്ങൾക്ക് ഇതിൽ ലഭിക്കും. നിങ്ങളുടെ വെബ്സൈറ്റിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള നിങ്ങളുടെ വെബ്സൈറ്റിന് ഏത് തീമാണോ ആവശ്യം അതിനനുസരിച്ചുള്ള തീമുകൾ നിങ്ങൾ സെലക്ട് ചെയ്ത് നിങ്ങൾ യൂസ് ചെയ്യുക. ഇവിടെ നോക്കുക, ഒരുപാട് തീംസ് നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും. ഇനി നമുക്ക് ഏതെങ്കിലും ഒരു തീം സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിത് ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. അതിനൊരു പ്രോബ്ലം ഇല്ല. ഇഷ്ടംപോലെ തീം നമുക്ക് ഈ വേർഡ്പ്രസ്സിൽ നമുക്ക് ലഭിക്കും. ഇഷ്ടമുള്ള രീതിയിൽ നമ്മളുടെ വെബ്സൈറ്റ് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കും. ഞാനിവിടെ നിന്നും ഏതെങ്കിലും ഒരു തീം സെലക്ട് ചെയ്യുകയാണ്. പ്രിവ്യൂ ഇവിടെ കാണാൻ സാധിക്കും. ഏതായാലും ഞാൻ ഓപ്പൺ ആക്കുന്നില്ല. ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്യുകയാണ്. ഓക്കെ, ഞാനിവിടെ നിന്നും ഈ കാണുന്ന ഈ തീം സെലക്ട് ചെയ്തു. ഈ മുകളിലായിട്ട് സെലക്ട് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണ്. സെലക്ട് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തീം ഇൻസ്റ്റാൾ ആകുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഡു നോട്ട് റീഫ്രഷ് ദ പേജ് എന്നിവിടെ എഴുതി വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. നിങ്ങൾ റീഫ്രഷ് ചെയ്യരുത്. ഓക്കെ, കുറച്ച് സമയം വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സ് എന്ന് പറയുന്ന നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത വെബ്സൈറ്റിൻ്റെ ഡാഷ്ബോർഡിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ നിങ്ങൾക്ക് പോസ്റ്റ് സെലക്ട് ചെയ്യണമെങ്കിൽ പുതിയ പോസ്റ്റ് ഇടാനായിട്ട് ഇവിടെ പോസ്റ്റ് ചെയ്യാം. മീഡിയ, ലിങ്ക്, അതേപോലെ പേജ്, കമൻറ്റ്സ്, ഫോം, അപ്പിയറൻസ് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വീണ്ടും തീംസ് ഇൻസ്റ്റാൾ ചെയ്യാം. ഏതെങ്കിലും ബട്ടൺസ് ആഡ് ചെയ്യണമെങ്കിൽ അത് ചെയ്യാം. ഒരുപാട് പ്ലഗിൻസ് നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് സെറ്റിങ്സ് കാണാൻ സാധിക്കും. ഓക്കെ, ഇപ്പോൾ ഈ രണ്ട് ഭാഗത്തിൽ നമ്മൾ പഠിച്ചത് ഒരു വെബ്സൈറ്റ് പർച്ചേസ് ചെയ്ത് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നാണ് പഠിച്ചത്. അതായത് ആദ്യം ഒരു ഡൊമെയിൻ നമ്മൾ പർച്ചേസ് ചെയ്തു, അതിനുശേഷം ഒരു ഹോസ്റ്റിംഗ് പർച്ചേസ് ചെയ്തു, അതിനുശേഷം വേർഡ്പ്രസ്സിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് വേർഡ്പ്രസ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തു. ഇത്രയും കാര്യങ്ങളാണ് പഠിച്ചത്. ഇനി വേർഡ്പ്രസ്സിൽ നമ്മളുടെ ഒരു വെബ്സൈറ്റ് എങ്ങനെ നമുക്ക് ഏറ്റവും മനോഹരമായിട്ട് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുമെന്ന് ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. കാരണം ഈ വീഡിയോയുടെ ലെന്ത് ഇപ്പം തന്നെ ഒരുപാടായിട്ടുണ്ട്. ഇത് മൊത്തം ഒരു വീഡിയോയിലാക്കി അപ്ലോഡ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കാരണം ഒരുപാട് സമയമെടുക്കും. അതിന് ചിലപ്പോൾ 1 മണിക്കൂർ 2 മണിക്കൂറിലോളം വീഡിയോയുടെ ലെങ്ത് പോകും. അതുകൊണ്ട് ഞാൻ പല പാർട്ടുകളായിട്ടാണ് വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത വീഡിയോയിൽ നമുക്ക് എങ്ങനെ വേർഡ്പ്രസ്സിൽ ഒരു വെബ്സൈറ്റ് കസ്റ്റമൈസ് ചെയ്ത് എല്ലാം നമ്മളുടെ ഇഷ്ടത്തിന് നമുക്ക് അതിൽ പോസ്റ്റ് ഇടാൻ സാധിക്കും. അതേപോലെ എങ്ങനെ തീംസ് ആഡ് ചെയ്യാൻ സാധിക്കും, എങ്ങനെ പേജസ് പുതിയത് ആഡ് ചെയ്യാൻ സാധിക്കും, ലിങ്ക് എങ്ങനെ ആഡ് ചെയ്യാം. അടുത്ത വീഡിയോയിൽ നമുക്ക് ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഇതിൽ നല്ല അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.